السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സൈദുൽ ഖാത്തിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാം, മിൻ അഅ്ളമിൽ ഗലത്തി, ഒരാൾ ചെയ്യുന്ന വലിയ തെറ്റുകളിലൊന്നാണ് അസ്സിഖതു ബിന്നാസി വല്ലിസ്തിർസാലു ഇലൽ അസ്തിഖാഇ, ഒരാൾ ജനങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുക എന്നുള്ളതും, അതുപോലെ വല്ലിസ്തിർസാലു ഇലൽ അസ്തിഖാഇ, തൻ്റെ കൂട്ടുകാരോട് തൻ്റെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും പറയുക എന്നുള്ളതും വലിയ ഒരു കടുത്ത തെറ്റിൽപ്പെട്ടതാണ് എന്നാണ് മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം ഇതിൻ്റെ കാരണം പറയാണ്, ഫഇന്ന അശദ്ദൽ അഅദാഇ വഅക്തറഹും അസ്സദീഖുൽ മുൻഖലിബു അദുവൻ, കാരണം ഒരാളുടെ ഏറ്റവും വലിയ കഠിനമായ ശത്രു എന്ന് പറയുന്നത് അയാളുടെ ശത്രുവായി മാറിയ തൻ്റെ കൂട്ടുകാരനായിരിക്കുന്നതാണ്. അതായത് മുമ്പ് കൂട്ടുകാരനായിരുന്നു, അടുത്ത സുഹൃത്തായിരുന്നു, അതിൻ്റെ പേരിൽ അവനോട് എല്ലാം തുറന്നു പറഞ്ഞ് എല്ലാം ഷെയർ ചെയ്ത് ജീവിക്കുന്ന ആളുമായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അയാൾ ശത്രുവായി മാറി. അങ്ങനെ ശത്രുവായി മാറിയ കൂട്ടുകാരനായിരിക്കും അവനോട് ഏറ്റവും കടുത്ത വിരോധമുള്ളതും ഏറ്റവും അവൻ്റെ ശത്രുവും എന്നാണ് മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറയുന്നത്. പിന്നെയും പറഞ്ഞു, ലിഅന്നഹു ഖദ് ഇത്തല അലാ ഖഫീ സിർരി, കാരണം ആ മനുഷ്യന് എന്ത് ചെയ്യും, ആ ശത്രുവായി മാറിയ ആ കൂട്ടുകാരന് തൻ്റെ കൂട്ടുകാരൻ്റെ രഹസ്യങ്ങളെ സംബന്ധിച്ചെല്ലാം, വളരെ ഗോപ്യമായ രഹസ്യങ്ങളെ സംബന്ധിച്ചെല്ലാം അവൻ അറിയാമെന്നുള്ളതാണ് അതിൻ്റെ കാരണമെന്നാണ്. ഈ ഒരു ഇബാറത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ടാവും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടതുണ്ടാവും. എല്ലാവരോടും തുറന്നു പറയുക, അല്ല എൻ്റെ ഭയങ്കര അടുത്ത കൂട്ടുകാരനാണ്, എൻ്റെ ഭയങ്കര ചങ്കാണ്, ഈ രൂപത്തിലൊക്കെ പറഞ്ഞ് എല്ലാവരോടും പറയുന്ന ഒരു രീതി എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് നമുക്ക് തിരിച്ചടിയാകും എന്നാണ് മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ തുറന്ന് പറയാൻ പറ്റുന്ന പ്രശ്നങ്ങൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റും എന്ന് തോന്നുന്ന ആളുകളോടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയേണ്ടത്. അതല്ലാതെ വെറുതെ ചില ആളുകൾ പറയുന്നത് തുറന്നു പറഞ്ഞാൽ ആശ്വാസം കിട്ടും. യഥാർത്ഥത്തിൽ തുറന്നു പറഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളായി പിന്നീട് വരികയാണ് ചെയ്യുക. തുറന്നു പറഞ്ഞാൽ ആശ്വാസം കിട്ടുന്ന ആരുടെ അടുത്താണ്, നമ്മൾ ആരെങ്കിലും നമുക്ക് നസീഹത്ത് നൽകുന്ന, അതായത് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉപദേശിക്കുന്ന ആളുകളോടുണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാം. അതല്ലാതെ നമ്മളൊരു അടുത്ത കൂട്ടുകാരനാണ്, എൻ്റെ ജീവിതത്തിലെ എല്ലാ രഹസ്യവും ഓൽക്കറിയാം, ഓൻ്റെ ജീവിതത്തിലെ എല്ലാ രഹസ്യവും എനിക്കറിയാം, അങ്ങനെ ഒരു രൂപം ചെയ്യാൻ പാടില്ല, നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. നമ്മുടെ രഹസ്യങ്ങളും നമ്മുടെ തിന്മകളും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവനോട് പറയുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിഹരിച്ചു തരും. മാത്രമല്ല നമ്മുടെ ഏതേത് ന്യൂനതകളാവട്ടെ അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യൂല, വെളിവാക്കൂല. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ ഇഷ്ടംപോലെ തിന്മകളും വൃത്തികേടുകളും അപാസ്തരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയുകയാണെങ്കിലോ ആരും ഇപ്പം എന്ത് ചെയ്യില്ല, നമ്മൾ അടുപ്പിക്കുക പോലുമില്ല, ഒരാളും തന്നെ നമ്മൾ അടുപ്പിക്കുക പോലുമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുന്ദരമായി അതെല്ലാം മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ മറച്ചു വെക്കുന്ന, നമുക്ക് അത് പരിഹരിച്ചു തരാൻ പറ്റുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാവണം നമ്മളെപ്പോഴും അതൊക്കെ പറയേണ്ടത്. അതല്ലാതെ ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരെ വിശ്വസിച്ചുകൊണ്ട് അവരോട് എല്ലാം തുറന്നു പറയുന്ന ഒരു രൂപം ഉണ്ടാകരുത് എന്നാണ് മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു ഇബാറത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.